ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിൽ തകർപ്പൻ ഫോമിലാണ് സഞ്ജു സാംസൺ നയിക്കുന്ന കേരള ടീം. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച ആദ്യ 5 കളികളിൽ 4ലും വിജയിച്ചു കഴിഞ്ഞു. നിലവിൽ ഗ്രൂപ്പ് ബിയിൽ 2ാം സ്ഥാനത്താണ് ടീമുള്ളത്. ഒരു മത്സരം കൂടിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് ബാക്കിയുള്ളത്. ടീമിന്റെ നോക്കൌട്ട് യോഗ്യത നിർണ്ണയിക്കുന്നതിൽ ഈ കളി നിർണായകമാകും. 38 ടീമുകളെ 5 ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് ഇത്തവണ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മത്സരങ്ങൾ നടക്കുന്നത്. 5 ഗ്രൂപ്പുകളിലും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുന്ന തരത്തിലാണ് ടൂർണമെന്റിന്റെ ഫോർമാറ്റ്. ഇതിൽ 5 ഗ്രൂപ്പ് ചാമ്പ്യന്മാരും മികച്ച 2ാം സ്ഥാനക്കാരും നേരിട്ട് ക്വാർട്ടർ ഫൈനലിലെത്തും. 2ാം സ്ഥാനക്കാരാകുന്ന ബാക്കി 4 ടീമുകൾ പ്രീ ക്വാർട്ടറിലേക്കാണ് യോഗ്യത നേടുക. ഗ്രൂപ്പ് എയിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇത് അത്ര എളുപ്പമല്ല എന്നതാണ് വാസ്തവം. നിലവിൽ ഗ്രൂപ്പ് എയിൽ 2ാം സ്ഥാനത്താണ് കേരളം ഉള്ളത്. കളിച്ച 5 മത്സരങ്ങളിൽ 4ലും വിജയിച്ച കേരളത്തിന് 16 പോയിന്റാണുള്ളത്. നെറ്റ് റൺ റേറ്റ് ആവട്ടെ +1.967 ആണ്. 1ാം സ്ഥാനത്തുള്ള ആന്ധ്രയ്ക്ക് 4 കളികളിൽ 16 പോയിന്റ് ഉണ്ട്. നെറ്റ് റൺ റേറ്റ് +3.03 ആണ്. മുംബൈയാണ് നോക്കൌട്ടിലേക്ക് കൂടുതൽ സാധ്യതകളുള്ള മറ്റൊരു ടീം. 4ൽ 3 കളികളിൽ ജയിച്ച അവർക്ക് 12 പോയിന്റ് ഉണ്ട്. നെറ്റ് റൺ റേറ്റ് +1.199 ആണ്. ആന്ധ്രയെ തോൽപ്പിച്ചാൽ കേരളത്തിന്റെ പോയിന്റ് നേട്ടം 20ലെത്തും. ഇതോടെ ടീം നോക്കൌട്ട് യോഗ്യതയിലേക്ക് അടുക്കും. ആന്ധ്ര, മുംബൈ ടീമുകൾക്ക് ഇനി 2 മത്സരങ്ങൾ വീതമാണ് ബാക്കിയുള്ളത്. കേരളം അവസാന കളിയിൽ വിജയിക്കുകയും ഈ ടീമുകൾ ശേഷിക്കുന്ന ഒരു കളിയിൽ പരാജയപ്പെടുകയും ചെയ്താൽ സഞ്ജുവിനും സംഘത്തിനും പ്രീ ക്വാർട്ടർ യോഗ്യത ഉറപ്പാണ്. പോയിന്റ് പട്ടികയിൽ 1ാമത് ഫിനിഷ് ചെയ്ത് നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ കേരളത്തിന് മുന്നിലുള്ള വഴി ഇങ്ങനെയാണ്. കേരളം അവസാന കളിയിൽ ആന്ധ്രയെ തോൽപ്പിക്കണം. മുംബൈ സർവീസസിനോട് തോൽക്കുകയും ആന്ധ്രയെ പരാജയപ്പെടുത്തുകയും ചെയ്യണം. നെറ്റ് റൺ റേറ്റ് കണക്കിലെടുക്കാതെയാണിത്. നിലവിൽ കിടിലൻ ഫോമിലാണ് കേരളം. സഞ്ജു സാംസൺ നയിക്കുന്ന ബാറ്റിംഗ് നിരയാണ് ടീമിന്റെ പ്രധാന കരുത്ത്. കഴിഞ്ഞ കളിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച സഞ്ജുവിൽ നിന്ന് നിർണായകമായ അവസാന കളിയിലും കിടിലൻ ഇന്നിംഗ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. രോഹൻ കുന്നുമലും സൽമാൻ നിസാറുമാണ് കേരളത്തിന്റെ മറ്റ് ബാറ്റിംഗ് ശക്തികൾ. 5 കളികളിൽ 235 റൺസ് നേടിക്കഴിഞ്ഞ രോഹൻ കുന്നുമൽ ടൂർണമെന്റിലെ റൺവേട്ടയിൽ നിലവിൽ 5ാമതുണ്ട്. സൽമാൻ നിസാർ ആകട്ടെ അവസാന 2 കളികളിലും വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി കളിയിലെ കേമൻ പട്ടവും സ്വന്തമാക്കിയിരുന്നു. ബോളിംഗിൽ നിതീഷ് MD ആണ് കേരളത്തിന്റെ പ്രധാന താരം. 5 കളികളിൽ 9 വിക്കറ്റുകളാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത്.